ദൈവനാമമുണ്ട്. ദൈവത്തിന് കൊടുക്കുന്നത് ആരാധനയാണ്. അത് ഹൃദയത്തിന് വേണം കൊടുക്കുക, സന്തോഷത്തോടെ വേണം കൊടുക്കുക. നിർബന്ധത്താലല്ല, സങ്കടത്താലല്ല, സന്തോഷത്തോട് കൊടുക്കുന്നതിന് ദൈവം സ്നേഹിക്കുന്നു. പൗലോസ് പരാമർശിച്ചിട്ടുണ്ട്, മക്കദോന്യ സഭ കഠിന ദാരിദ്ര്യമായിരുന്നിട്ടു അവരുടെ സന്തോഷ സമൃദ്ധി ധനവാൻ ഭണ്ഡാരത്തിലിടുന്നതായിട്ട് വിധവ ഇട്ടു. യേശു എന്താ പറഞ്ഞു? അവൾ ഏറ്റവും അധികം ഇട്ടു. ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞു, അവൾ തനിക്കുള്ളതെല്ലാം അവിടെ 100 രൂപ ഉള്ളായിരുന്നു, അവൾ 100 ഇട്ടിട്ട് പോയി. അവൻ്റെ 10,000 ഉണ്ടായിരുന്നു, അവൻ അതിനകത്ത് 100 രൂപ ഇട്ടു, അല്ലെ 1000 ഇട്ടു. എന്തോ സംഭവിച്ചെന്നറിയാവോ? 100 രൂപ അല്ലെങ്കിൽ അവൾ ഇട്ടതിൻ്റെ യഥാർത്ഥമായ വെളിപ്പാട്, നാളെയെ കൊണ്ടൻ മനസ്സിൽ ലവദേശം ഭാരമില്ല. ഓരോ നാളും ഇന്നത്തെ ഇട്ടു കർത്താവിന് കൊടുത്താൽ നാളെ കരുതുന്ന ഒരു ദൈവം. തോന്നല്ലേ മന്നയുടെ കാര്യം പറയില്ല, ഇവന്മാർ ഒരാഴ്ചത്തെ പറക്കി വെച്ചാൽ ചീഞ്ഞു പോയി. എന്നാൽ കുടിപ്പാർപ്പുഴ സഹതി എന്നിട്ട് മന്നായിക്ക് ഒരു കുഴപ്പം വന്നില്ല. ദൈവം പറഞ്ഞ അനുസരിച്ചപ്പോൾ അന്നുള്ള ആഹാരം ദൈവം ഉറപ്പാണ്. ദൈവത്തെ സ്തുതിച്ച് ഈ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് 6 മാസത്തേക്കുള്ള ഫുഡ് പഠിച്ചു വെച്ചേക്കുന്ന കാര്യം അദ്ദേഹം പറഞ്ഞത്, അത് ആത്മീയമാണല്ലേ ഭൗതികമാണ്. അന്നുള്ള വെളിപ്പാട് അത് ഭൗതികവും ആത്മീയവും ദൈവം അന്നു തരും. ഗ്രാമീണരൊക്കെ പറഞ്ഞു.